ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശ ചൂടാനുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ നമ്മുടെ വീട് എത്രത്തോളം വൃത്തിയായും ചീത്തയായും ഇരിക്കാനുള്ള കുറച്ച് ശീലങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പുവരുത്താം കേട്ടോ. അങ്ങനെ ഇതാ ദോശമാവൊക്കെ ഒഴിച്ച് ഓരോ ബെറ്ററായിട്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നേരെ ക്ലീനിങ്ങിലേക്ക് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. തലേന്ന് ഞാൻ മീൻകറി നല്ല ടേസ്റ്റിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അയലയായിരുന്നു, അത് മീൻകറി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ദോശൻ്റെ കൂടെ മീൻകറി ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേക്കാണ്. കൂടെ ഇതാ ദോശയും അതുപോലെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള മീൻകറി വെക്കുന്നുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ? രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ആ ചൂടോട് കൂടി ചുടുന്ന സമയത്ത് തന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ. ചില നേരത്ത് നമ്മുടെ പണികളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കും കേട്ടോ. ചില നേരത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കട്ടോ. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ അന്ന്. അതുകൊണ്ട് തന്നെ ഇതാ ദോശയും ചായയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീനിങ്ങിലേക്ക് നിന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ വീട് ചിട്ടയായും വൃത്തിയായിട്ടും നിൽക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ കിടന്നിട്ടുള്ള കിടക്കായിക്കോട്ടെ, അതുപോലെ പുതപ്പ് കാര്യങ്ങൾ ഇതെല്ലാം ബെഡ്ഷീറ്റും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ലപോലെ നീറ്റായിട്ട് വിരിച്ചിടാൻ നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ചിലപ്പം ഹസ്ബൻഡ് മക്കൾ അതൊക്കെ ചിലപ്പോൾ നമ്മൾ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എണീക്കുക. എന്നാലും വേണ്ടിയില്ല, അവരെണീറ്റ ഉടനെ തന്നെ അവരെയും കൂടി ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ രാത്രി നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ എണീക്കാനും ജോലികളൊക്കെ ചെയ്യാനും നല്ലൊരു ഉന്മേഷം ഉണ്ടാവുമേ. വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അതായിട്ടുള്ള സ്ഥലത്ത് തന്നെ അത് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ജോലിക്കിടയിൽ പെട്ടെന്നൊക്കെ നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ സ്പേസിൽ നമ്മൾ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തോ വേണ്ട അവിടെ ഒന്നും വെക്കണ്ട, വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ എടുത്ത സാധനം അല്ലെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ നല്ല വൃത്തിയോട് കൂടിയിട്ട് വെക്കും തന്നെ നല്ല നീറ്റായിട്ട് നമ്മുടെ വീട് നിൽക്കുന്നത് നമുക്ക് തോന്നും കേട്ടോ. തോന്നുക മാത്രമല്ല നമുക്ക് കാണാനും പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഡെയിലി ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഡെയിലി നമ്മളൊരു 10-15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എടുക്കും നമ്മുടെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ആ ഒരു ശീലം കൊണ്ടുവരിക. രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എന്തായാലും കഴുകാനുണ്ടാവും. അതിനി ഉച്ചയ്ക്ക് വെക്കാതെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ പാത്രം വൈകുന്നേരത്തേക്ക് വെക്കാതെ നമ്മൾ ആ ഒരു നേരം നമ്മൾ പണികളൊക്കെ തീർക്കുന്ന സമയത്ത് ആ പാത്രങ്ങളൊക്കെ കുന്നുകൂട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഈ കുന്നുകൂട്ടി വെക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയായിട്ട് തോന്നും. പിന്നെ നമ്മുടെ കിച്ചണ് നല്ല വൃത്തി ഉണ്ടാവില്ല, ബാഡ് സ്മെല്ലായിരിക്കും. അങ്ങനത്തെ ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ സിങ്ക് ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഡെയിലി നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, അതുപോലെ സിങ്ക്, പിന്നെ വരുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് വെക്കുക. ഓരോ ടൈമിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ആണോ എന്നുള്ളതൊന്ന് പരിശോധിച്ചിട്ട് അതങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ തന്നെ നമ്മുടെ ആ ഒരു മടി നല്ലൊരു വൃത്തിയായിട്ടൊക്കെ തോന്നും കേട്ടോ. മടി മാറാനും നല്ലൊരു വിദ്യയാണേ. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ജനാല, അതുപോലെ നമ്മുടെ ഷെൽഫിലുള്ള പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ആഴ്ചയിലൊരിക്കൽ ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് അങ്ങോട്ട് നടത്തി നോക്ക്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ് മാത്രം മതിയാവും. കുറേ ആൾക്കാർ ചിലപ്പം ഇത് ഡെയിലി ചെയ്ത് പോരുന്നവരായിരിക്കും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ഒന്ന് മോട്ടിവേഷൻ ആയാലോ നമുക്ക് ജോലികളൊക്കെ തീർക്കാമെന്നുള്ള മെൻറ്റാലിറ്റി ആയിട്ട് നടക്കുന്നവരും ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഈ ശീലങ്ങളൊക്കെ ഒന്ന് വളർത്തിയെടുക്കുക. അതേപോലെ ഡെയിലി നമ്മളെ ബാത്റൂം വൃത്തിയാക്കുന്ന ശീലമുള്ളവരുണ്ടാവും.
എന്നാലും ഇല്ലാത്തവരുണ്ടാവും കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ബാത്റൂം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി അങ്ങോട്ട് വൃത്തിയാക്കി വെക്കുക. അതിപ്പം വീട്ടിൽ ആർക്ക് വേണമെങ്കിലും വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഡെയിലി നമ്മുടെ ബാത്റൂം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവും കേട്ടോ. നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും, നമ്മളത് കാണാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണമെന്ന് വെച്ചങ്ങാണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. വേണ്ടാത്ത സാധനങ്ങളെ കുന്നു കൂട്ടുന്നതിന് പകരമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ അവിടെയും ഇവിടെയും വാരി വലിച്ചിടുന്നതിന് പകരമായിട്ട് ഇപ്പം മക്കളായാലും ഹസ്ബൻഡ് ആയാലും ചിലപ്പോൾ അവർ ഡ്രസ്സൊക്കെ ചിലപ്പോൾ ബെഡിലിട്ട് പോകും. സംഭവം അത് അലക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ നനഞ്ഞ തോർത്തായിരിക്കും. ഇതൊക്കെ അവർക്ക് തന്നെ നല്ല ശീലങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് എവിടെയെങ്കിലും ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ വഹിച്ചിട്ട് ഇതിൽ അലക്കാനുള്ള ഡ്രസ്സ് ഇടാനുള്ള ബസ്ക്കറ്റാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ശീലങ്ങളൊക്കെ നമ്മൾ അവരെയും കൂടി പഠിപ്പിക്കുക, കൂടെ നമ്മളും ആ ഒരു ശീലമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. 5 ശീലങ്ങളൊക്കെ കൂടുതൽ ഞാൻ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തകൃതിയായിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിനായിട്ട് ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറും കൂടിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ നമ്മൾ പച്ചക്കറികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ ഇട്ടിട്ട്, പരിപ്പിടാൻ അതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തു. പിന്നെ ഇതാ വെണ്ടയ്ക്ക ലാസ്റ്റാണ് കേട്ടോ ചേർക്കുക. അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് നേരെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു സാമ്പാറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയെടുക്കും. പിന്നെ ഇതാ നേരെ ഒരു ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി, അതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അതെങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. നല്ലപോലെ ഒരു ബ്രൗൺ ആകുമ്പം നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കും. സാമ്പാറിലേക്ക് നേരെ തന്നെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇത് സിമ്പിളായിട്ട് തേങ്ങയൊക്കെ അരക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഞാൻ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സാമ്പാറും കാര്യങ്ങളൊക്കെ വറവിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരി റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ചോറുണ്ടായിരുന്നേ റൈസ് കുക്കറിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോയി വരാനുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ കൂട്ടിയിട്ട് ഇതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാന് ചൂടായപ്പോൾ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനും റെഡി ആയാലും നമ്മൾ ഉച്ചയത്തെ ലഞ്ച് റെഡി ആവും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് അടുക്കള തുടച്ചിടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ അരിയും അടിച്ചാരി തുടച്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പുതുതായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.